ഇപ്പോൾ 8329 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുകയാണ്. എല്ലാ മേഖലയിലും ആകപ്പാടെ പോത്തുകല്ലിലെ ആ 14 ബൂത്തുകളിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. ബാക്കി സമ്പൂർണ്ണമായ വിജയമാണ് യു ഡി എഫിനെ സംബന്ധിച്ച്. ഇതിപ്പോ യു ഡി എഫിനെ സംബന്ധിച്ച് നൃത്തം പറയുമ്പോൾ ലഡു വിതരണം തുടങ്ങി. 8329 ലഡു വിതരണം തുടങ്ങി, ആഘോഷങ്ങൾ തുടങ്ങി. എറണാകുളം DCC നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഹമ്മദ് ഷിയാസിനെ ഉൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. പ്രതിപക്ഷ നേതാവ് PD സതീശൻ ഏറെ നേരമായി എറണാകുളം DCC ആസ്ഥാനത്തിരുന്ന് റിസൾട്ട് കാണുകയാണ്. അതേ മാതൃഭൂമി ന്യൂസിലൂടെയാണ് ഈ വാർത്ത കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അങ്ങേയും കാണുന്നുണ്ട്. എന്താണ് അങ്ങയുടെ പ്രതികരണം എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഏതായാലും രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ, രാഷ്ട്രീയമായ ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ. ഒന്നാമത്തേത്, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ആർക്കെങ്കിലും ഒറ്റയ്ക്ക് വിജയത്തിന്റെ ക്രെഡിറ്റ് ഉണ്ടോ എന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, അത് PV അൻവറിന് മുന്നിൽ വാതിൽ അടച്ചിട്ടിരിക്കുകയാണോ അതോ ഇനിയും തുറക്കുമോ? ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ ഇനി മുന്നണിയിൽ സഹകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് അങ്ങയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങയുടെ പ്രതികരണം അല്പസമയത്തിനകം വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. DCC ആസ്ഥാനത്ത് അവിടെ മധുര വിതരണത്തിനടക്കം തയ്യാറെടുത്തിരിക്കുന്നു. വിജയം ഉറപ്പിച്ചിരിക്കുന്നത് മാന്യമായ ലീഡ് നില. ഈ കണക്കിൽ നോക്കുകയാണെങ്കിൽ ആഹ്ലാദത്തിന് എല്ലാ വകയും നൽകുന്ന ലീഡ് നില UDF-ന് നിലവിലുണ്ട്. 5000 അല്ല, അങ്ങനെ എന്തെങ്കിലും തൊടുന്യായം പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ലീഡ് നിലയല്ല നിലവിലുള്ളത്. ഇനി LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ് സ്വാഭാവികമായും ലീഡ് നില കുറയ്ക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ വീണ്ടും ലീഡ് നില കൂടുകയാണ്. 8498 ലീഡ് നില മെച്ചപ്പെട്ടിരിക്കുന്നു. അതായത് 12ാം റൗണ്ട് കഴിയുമ്പോൾ ചുങ്കത്തറയും നിലമ്പൂർ നഗരത്തിന്റെ ഒരു ഭാഗവും 13ാം റൗണ്ട് നിലമ്പൂർ നഗരം മാത്രമാണ്. ഈ 12 റൗണ്ട് കഴിയുമ്പോൾ കളം മാറും, കളി മാറും, കഥ മാറും, കാര്യത്തിലേക്ക് എത്തും എന്നായിരുന്നു LDF-ന്റെ ആത്മവിശ്വാസം. പക്ഷേ ഈ ഡിജിറ്റൽ നമ്മൾ കാണുന്നേ ഇല്ല. 8498 എന്ന നല്ല ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള നീങ്ങലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ UDF-ന്റെ നമ്പറുകളിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. 13ഉം 14ഉം 15ഉം നിലമ്പൂർ നഗരസഭയിലെ വോട്ടുകളാണ് എണ്ണുന്നത്. 13ാം റൗണ്ടിൽ നിലമ്പൂർ നഗരസഭയിലെ മാത്രം വോട്ട്, അതാണ് LDF-ന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരു സ്ഥലം. 14ാം റൗണ്ടിലും നിലമ്പൂർ നഗരസഭ മാത്രമാണ്, അതും LDF-ന് വലിയ ആത്മവിശ്വാസമാണ്. 15ാം റൗണ്ടിൽ നിലമ്പൂർ നഗരസഭയും കരുളായും വരുമ്പോഴും ആത്മവിശ്വാസമാണ്. പക്ഷേ അതെല്ലാം അത് വൃഥാവിലായി. ലീഡ് കൂടുകയാണ് നിലമ്പൂർ നഗരസഭയിലെ ബൂത്തുകളിൽ ആര്യാടൻ ഷൗക്കത്തിനാണ് മുന്നേറ്റമുള്ളത്, അല്ലാതെ LDF-നല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആര്യാടനെ സംബന്ധിച്ച് അവിടെ വളരെ സുപരിചിതമായ സ്ഥലമാണ്. അവിടെ ക്രമാനുഗതമായി ലീഡ് നില ഉയർത്തുകയാണ്. 10,000-ലേക്കാണ് ഈ പോക്ക്. 8498, 8500 വോട്ട് ലീഡ് ഇപ്പോൾ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു വലിയ വിജയത്തിന് UDF ഒരുങ്ങുകയാണ്. UDF-നെ സംബന്ധിച്ച് LDF-ന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിക്കുന്നു എന്ന് മാത്രമല്ല. അമർനാഥ് വിവരം പങ്കുവയ്ക്കുന്നു. നഗരസഭ കഴിഞ്ഞാൽ, നഗരസഭ ഇപ്പോൾ കൊണ്ടിരിക്കുന്നു, അതിന്റെ വിവരങ്ങളാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ. കൃത്യമായി നഗരസഭ കഴിഞ്ഞാൽ ഇതേ ലീഡ് തുടർന്നാൽ UDF ജയം ഉറപ്പിച്ചു. ആഹ്ലാദ പ്രകടനം തുടങ്ങാം എന്നതാണ് അരുൺ അമർനാഥ് നൽകുന്ന വിവരം. UDF ക്യാമ്പിന് ആശ്വാസം നേരത്തെ ലഭിച്ചതാണ്. ഈ ലീഡ് ഇങ്ങനെ ഉയർന്നു വരികയാണ്. പക്ഷേ നഗരസഭയുടെ ഭാഗം കൂടി കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല, തിരിഞ്ഞു നോക്കാനൊന്നുമില്ല. വലിയ വിജയത്തിലേക്ക് 8988 ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ ഓട്ട അഡ്ഡപ്പടലം ആര്യാടൻ ഷൗക്കത്തിന്. ഈ അതായത് 12ാം റൗണ്ടിൽ 8138 ആയിരുന്നു ലീഡ് നില. 12ാം റൗണ്ട് എണ്ണിക്കഴിയുന്ന സമയത്ത് അത് 8988 എന്ന് പറയുമ്പോൾ 13ാം റൗണ്ടിലെ ഫലസൂചനകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്.